ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2023 അവസാനിക്കുകയാണ്. 2024 തുടങ്ങാൻ പോവാണ്. കാനോണിൻ്റേതായിട്ട് 2024 അവതരിപ്പിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്യാമറകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം 2023 കാനോൺ കുറച്ച് പുതിയ ക്യാമറകൾ അവതരിപ്പിച്ചു. എങ്കിൽ തന്നെയും ഒരുപാട് നേരത്തെ ഉണ്ടായിരുന്ന കുറച്ച് കിടിലൻ മോഡലുകൾ ഉണ്ടായിരുന്നു. കാനോണിൻ്റെ ഈ 1DX പോലുള്ള ക്യാമറകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു മിറർലെസ് വേർഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു EOS R മൗണ്ട് എന്നുള്ള രീതിയിൽ വരുമെന്നൊക്കെ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ആളുകൾ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പുതിയ ക്യാമറകൾ കൂടി അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ വർഷം കാനോണിൻ്റേതായിട്ട് വന്നിട്ടുള്ളതിൽ പ്രധാന ക്യാമറകൾ R8, R10, R100 പോലുള്ള ക്യാമറയായിരുന്നു. അതുപോലെ തന്നെ വ്ളോഗേഴ്സിന് വേണ്ടി അവരൊരു ഒരു പവർ ഷോട്ട് V10 എന്ന് പറഞ്ഞ ക്യാമറ ഫോർ വ്ളോഗേഴ്സ് അവർ അവതരിപ്പിക്കേണ്ടായി. എന്തൊക്കെയാണ് കാനോണിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ക്യാമറകൾ? കാനോണിൻ്റെ EOS R1 ഒരു 1DX എന്ന് പറയുന്ന കാനോണിൻ്റെ DSLR ക്യാമറയുടെ ഒരു അപ്ഡേറ്റഡ് മിറർലെസ് വേർഷൻ ആയിരിക്കും എന്നുള്ളതാണ്. ഒരുപാട് പ്രത്യേകതകൾ കൂടിയായിരിക്കും ഈ ഒരു ക്യാമറ അവതരിപ്പിക്കാനായിട്ട് സാധ്യതയുള്ളത്. 2024 ആദ്യം തന്നെ ഇതിനെക്കുറിച്ചുള്ള ചില അനൗൺസ്മെൻറ്റുകൾ ഉണ്ടാവും എന്നാണ് പലരും പറയുന്നത്. എനിവേ EOS R1 ഒരു പുതിയ സെൻസർ ആയിരിക്കും അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനമായിട്ട് ആളുകൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. നേരത്തെ ഉണ്ടായിരുന്ന കാനോണിൻ്റെ EOS R സെൻസറുകളിൽ അല്ലെങ്കിൽ RF മൗണ്ട് ക്യാമറകളിൽ ഒക്കെ ചില ന്യൂനതകൾ ഉണ്ടായിരുന്നു എന്ന് പലരും പറയുന്നുണ്ട്. എനിവേ നമുക്ക് ആ നെഗറ്റീവിലേക്ക് പോകണ്ട. പുതിയ സെൻസർ ഒപ്പം തന്നെ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഒരു സിനിമ ക്യാമറ എന്നുള്ള രീതിയിലും കൂടി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ചില പ്രത്യേകതകൾ പുതിയൊരു സെൻസറിൽ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. 45 മെഗാ പിക്സലിൻ്റെ ഒരു DSI സ്റ്റോപ്പ്ഡ് ഇമേജ് സെൻസർ ആയിരിക്കും ഈ ഒരു ക്യാമറയ്ക്ക് ഉണ്ടാവുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ വീഡിയോ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സിനിമാറ്റിക് ഷൂട്ടിങ്ങിനുള്ള ഒരു കേപ്പബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു 8K വീഡിയോ റെക്കോർഡിംഗ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതുപോലെ തന്നെ ഈ സ്ലോ മോഷൻ വീഡിയോ റെക്കോർഡിങ്ങിലേക്ക് വരുമ്പോൾ 4K 120 FPS ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറ കൂടിയായിരിക്കും EOS R1. നിലവിൽ കാനോണിന്റെ ഏറ്റവും ടോപ്പ് ക്ലാസ്സിലുള്ള ക്യാമറ അല്ലെങ്കിൽ ഏറ്റവും മുന്തിയ ഇനം പ്രൊഫഷണൽ ക്യാമറ ആയിട്ട് പറയപ്പെടുന്നത് EOSന്റെ R3 ആണ്. അതിന്റെ കുറച്ചും കൂടി ഒരു അപ്ഡേറ്റഡ് അല്ലെങ്കിൽ അതിന്റെ കുറച്ചും കൂടി ഒരു കൂടുതൽ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് R1 നമുക്ക് പ്രതീക്ഷിക്കാം. ആക്ച്വലി R3 6K റോ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ R1 വരുമ്പോൾ ആളുകൾ പ്രതീക്ഷിക്കുന്നത് ഒരു 8K 60p റോ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആക്ച്വലി ഈ ഒരു ഫീച്ചർ ഇപ്പം കാനോണിൽ നോക്കുകയാണെങ്കിൽ അതിനേക്കാളും മുമ്പ് പല ബ്രാൻഡുകളും, ഉദാഹരണമായിട്ട് ഇപ്പോൾ സോണി ആണെങ്കിലും അതുപോലെ തന്നെ നിക്കോണിന്റെ Z8 ഈ ഒരു ഫീച്ചർ ഉണ്ട്, ഈ 8K വീഡിയോ റെക്കോർഡിംഗ്. നേരത്തെ ഉണ്ടായിരുന്ന കാനോണിന്റെ പല ക്യാമറകളിലും ഈ ഹീറ്റിംഗ് പ്രോബ്ലം അല്ലെങ്കിൽ ഈ കുറച്ച് നേരം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കും ക്യാമറ ചൂടാകുന്ന ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ R1 ഒരു കൂളിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഒന്ന് ക്യാമറയെ തണുപ്പിക്കാനുള്ള ഒരു കൂളിംഗ് സിസ്റ്റത്തോടു കൂടിയുള്ള ഒരു ടെക്നോളജി, ഒരു അഡ്വാൻസ്ഡ് ഫീച്ചർ വരാനായിട്ട് സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നു. ഇമേജ് സ്റ്റെബിലൈസേഷന് അല്ലെങ്കിൽ പോസ്റ്റ് പ്രോസസ്സിങ്ങിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സിനിമാറ്റിക് മോഡുകൾ, ലോഗ് പ്രൊഫൈലുകൾ ഒക്കെ R1 വളരെ കിടലും കുറച്ച് അഡ്വാൻസ്ഡ് ഫീച്ചർ എന്തായാലും അവർ അവതരിപ്പിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഈ ഫോക്കസിംഗ് മെക്കാനിസത്തെ കുറിച്ച് ഇനിയും കൂടുതൽ പറയേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ തന്നെ എല്ലാ മോഡലുകളിലും ഫേസ്, IF, അതുപോലെ തന്നെ ആനിമൽസ്, വെഹിക്കിൾസ്, സ്മോൾ ഒബ്ജക്ട്സിനൊക്കെ ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റുന്ന അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എല്ലാം ഫോക്കസിംഗിൽ കാനോൺ കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ ചെറിയ, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സ്മോൾ ഒബ്ജക്ട്സിനെ വരെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫീച്ചർ ഈ ഒരു R1 ഉണ്ടാവും എന്ന് കരുതപ്പെടുന്നു. ആക്ച്വലി ഒരു ഐ കൺട്രോൾ AF എന്ന് പറയുന്ന ഒരു ഫീച്ചറും കൂടി അവതരിപ്പിക്കുമെന്ന് ചില റിവ്യൂകളിൽ കണ്ടു. അതായത് നിങ്ങളുടെ കണ്ണ് ഉപയോഗിച്ചിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അത് എത്രത്തോളം പോസിബിൾ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ട്. എനിവേ നമുക്ക് കാത്തിരുന്ന് കാണാം EOS R1 പ്രത്യേകത എന്തൊക്കെയായിരിക്കും. 240 FPS ഒരു OLED സ്ക്രീൻ അല്ലെങ്കിൽ നമ്മുടെ ടച്ച് സ്ക്രീൻ ആയിട്ടുള്ള ഒരു സ്ക്രീൻ ആയിരിക്കും ഇതിൽ വരിക. അതുപോലെ തന്നെ ബാറ്ററി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബാറ്ററി കേപ്പബിലിറ്റി, ബാറ്ററിയുടെ ഡ്യൂറേഷൻ കുറച്ചുകൂടി അധികം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 60 Hz ഒരു റേറ്റോട് കൂടിയ ഒരു സ്ക്രീൻ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഒരു പ്രൊഫഷണൽ ക്യാമറ വരുമ്പോൾ അത്യാവശ്യം എല്ലാ ന്യൂനതകളും പരിഹരിച്ച്, ഫോർ എക്സാമ്പിൾ ഈ നോ ബ്ലാക്ക് ഔട്ട് സ്ക്രീന്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒക്കെ ഉണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. സോണി A9 അവതരിപ്പിച്ച പോലെ ഒരു ഗ്ലോബൽ ഷട്ടർ ആണെങ്കിൽ, ഒരു റോളിംഗ് ഷട്ടർ മാറ്റി ഒരു ഗ്ലോബൽ ഷട്ടർ ഉണ്ടാകുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. 2024 കാനോൺ അവതരിപ്പിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്യാമറ R5 ആണ്. ആക്ച്വലി R5 Mark II. നേരത്തെ ഉണ്ടായിരുന്ന R5 ആയിരുന്നു, പുതിയത് വരുമ്പോൾ R5 Mark II എന്നായിരിക്കും ആ ഒരു ക്യാമറയുടെ പേര്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ സിനിമാറ്റിക് വീഡിയോസിന് വേണ്ടിയിട്ട് ഒരു 4K 120 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് പറയപ്പെടുന്നത്. എങ്കിൽ തന്നെയും അത് ഈ ഹൈപ്പർ സ്ലോ മോഷൻ രീതിയിലേക്കൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 240p അൾട്രാ സ്ലോ മോഷൻ അല്ലെങ്കിൽ
സ്ലോ മോഷൻ്റെ ഒരു എക്സ്ട്രീം അവസ്ഥയിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 4K 240p ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചില ന്യൂസുകൾ കാണുന്നത് EOS R5 Mark II. വീഡിയോ കേപ്പബിലിറ്റി നോക്കുകയാണെങ്കിൽ ഇതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഇത് കോമ്പീറ്റ് ചെയ്യുന്ന മറ്റ് ക്യാമറകൾ സോണിയുടെ A7R അതുപോലെ തന്നെ നിക്കോണിൻ്റെ ക്യാമറ ഒക്കെ ആയിട്ടാണ് ഇതിൻ്റെ ഒരു കോമ്പീറ്റേഴ്സ് വരുന്നത്. 45 മെഗാ പിക്സലിൻ്റെയോ അല്ലെങ്കിൽ 52 ആ ഒരു റേഞ്ചിലുള്ള ഒരു മെഗാ പിക്സൽ ആയിരിക്കും ഈ ഒരു ക്യാമറയ്ക്ക് അവതരിപ്പിക്കുന്നത്. വീഡിയോ റെക്കോർഡിങ്ങിന് കുറച്ച് കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ലോഗ് പ്രൊഫൈലുകൾ ഒക്കെ ഈ ഒരു ക്യാമറയിലും ഉണ്ടാവും. ഈ ഒരു R5 Mark II കൂടുതൽ വിശേഷങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല, കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വന്നിട്ടില്ല. നമുക്ക് കിട്ടിയ ചില അറിവുകൾ വെച്ചിട്ട് ചില കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു R5 കുറിച്ച് നമ്മൾ സ്പെസിഫിക്കേഷൻ പറയുന്നത്. ഇനിവേ കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണെന്ന പുതിയ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ കാനോണിൻ്റെ സൈഡിൽ നിന്ന് പുതുതായിട്ട് അനൗൺസ് ചെയ്യുന്ന ക്യാമറ ഏതൊക്കെയാണെന്ന് കാണാം. എനിവേ വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫോർ നൗ, ലെറ്റ്സ് ഫോട്ടോ വർക്ക്.